ഹേ ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് മൃദുലയുടെ സ്കാനിങ് ആണ്. ഇന്നിപ്പോൾ 5-ാമത്തെ മാസത്തെ മേജർ സ്കാനിങ് ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തോ പറയാലോ 4K സ്കാനിങ് അല്ലേ, 4D സ്കാനിങ്. നമുക്ക് ഇന്ന് കുഞ്ഞിനെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. എനിക്കും കാണാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഇല്ലേ, അന്ന് കണ്ട പോലെ അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഇന്ന് കുറേ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം പോയി നമ്മൾ രാവിലെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഷുഗർ, ബാക്കി ഫാറ്റി ലിവറും ബാക്കി കാര്യങ്ങളുടെ റിസൾട്ട് എല്ലാം കൊണ്ട് നേരെ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിന് പുറത്താണ് സ്കാനിങ് ചെയ്യുന്നത് അല്ലേ, പുറത്താണ് സ്കാനിങ് ചെയ്യുന്നത്. അതിൻ്റെ റിപ്പോർട്ടും കൊണ്ട് വൈകിട്ട് പോയി ഡോക്ടറിനെ കാണണം. ഇന്ന് ഇപ്പൊ അനക്കമൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. അമ്മക്കറിയത്തില്ല, മൃദുലയ്ക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇല്ലേ. അപ്പം ഞാനും കൊച്ചു മൃദുലും കൂടിയാണ് പോകുന്നത്. കൊച്ചു ഇപ്പൊ ഉറക്കമാണ്. അമ്മയുണ്ടാ? അയ്യോ, അപ്പൊ സെറ്റ്. അപ്പൊ ആള് കൂടി. അപ്പൊ അമ്മയുണ്ട്. അപ്പൊ ഇന്ന് അവിടുന്ന് വിളിച്ച അമ്മ ഞാൻ കണ്ടെന്ന് പറയാ. അവിടുന്ന് ഇറങ്ങുമ്പോഴേ അമ്മ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ എന്നെ എന്റെ പറഞ്ഞതല്ല അവിടത്തെ പറയണ്ട. അതാ ഇന്ന് കാണിക്കുമെന്നാണ് പ്രതീക്ഷ. ഇല്ല, എനിക്ക് കാണണം ഭയങ്കര ആഗ്രഹമുണ്ട്. അതാ അവര് കാണിക്കുമെന്ന് അറിയത്തില്ല. രൂപമെല്ലാം ആയില്ലേ. ചേച്ചിയോട് ചോദിച്ചു, അവള് പറഞ്ഞു നിന്നെ കാണിക്കും മരിക്കും, പക്ഷെ വേറെ ആരെയും കാണിക്കത്തില്ലെന്ന് പറയാൻ. ചോദിച്ചു നോക്കാം. അത് അതുമല്ല, അന്നത്തെ നോർമൽ സ്കാനിങ് ആയിരുന്നു. ഇത് 4K സ്കാനിങ് ആണ്. അപ്പം 4D സ്കാനിങ് ആണ്. അപ്പം നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞിനെ കാണാൻ പറ്റും. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു 4D സ്കാനിങ് എങ്ങനെയാണെന്ന്. അപ്പം ഭയങ്കര രൂപമായി. ഇപ്പം അനക്കം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. രാത്രി അനങ്ങുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇടയ്ക്ക് പറയായിരുന്നു, അത് ഈ അനങ്ങുന്നത് ഇനി വായുവാണോ കുഞ്ഞാണോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്തോ വയറിനകത്ത് അനങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വയറ് വരും, ഇടയ്ക്കിടയ്ക്ക് വയറ് പോകും. അതുകൊണ്ടാ ഇപ്പം ഫാസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മളൊന്ന് പോയി രാവിലെ വെറും വയറ്റിൽ വേണം പോയി ചെക്ക് ചെയ്യാനായിട്ട്, ബ്ലഡ് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനും മൃദുലയും പോയി ചെക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് അമ്മയെ കൊച്ചിനെ എല്ലാവരും കൂടി കൊണ്ട് പിന്നെ നമ്മൾ നേരെ സ്കാനിങ്ങിന് പോകാനാണ് പ്ലാനിങ്. ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. അമ്മ കഴിച്ചായിരുന്നു? ഞാൻ പോയി പല്ലും തേച്ചില്ലേ ഫസ്റ്റ്? അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ഇന്നത്തെ ഡേ തുടങ്ങാം. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് നമുക്ക് ആദ്യം ലാബിലോട്ട് പോകാം. കുത്തുന്നതിന് ഊന്ന കിടന്ന് വിളിക്കുന്നതിനെ ഇല്ലേ? അയ്യോ, പോക്ക് എടീ, ഞാനാ കൈ പിടിച്ചോണ്ട് പോണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് കഴിക്കാനായിട്ട് എനിക്ക് 2 ചപ്പാത്തി, ഗ്രീൻ പീസ് കറി. നിനക്ക് 1 ചപ്പാത്തി മതിയാടേ? എന്തുകൊണ്ട്? വേറെ കുറെ തിന്നാണ്ട്, അതുകൊണ്ട് ഇവിടെ എല്ലാരും 1 ചപ്പാത്തി ഉള്ള. വേറെ കുറെ തിന്നാണ്ട് പഴമൊക്കെ തിന്നണം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ 5-ാം മാസത്തെ അനോമലി സ്കാനാണ്. ഞങ്ങൾ 4D ആണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളെ ഞാൻ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലോണം റിസൾട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. എൻ്റെ ഫേസിൽ ഒരുപാട് ഡാർക്ക് സ്പോട്ടും ആക്നെയും ടാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ എന്നെ സഹായിച്ചത് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം ആട്ടോ. ഈ ഒരു സിറം ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇതാ പാതിയായിട്ടോ. നമുക്ക് എല്ലാവർക്കും കോമൺലി വരുന്ന ഒരു പ്രശ്നമാണല്ലേ ഡാർക്ക് സ്പോട്ട് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അത് വരാം. ഇപ്പോൾ എക്സസീവ് ആയിട്ടുള്ള സൺ എക്സ്പോഷർ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആക്നെ വന്നിട്ട് പോയ പാടോ, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മുടെ സ്കിൻ നല്ല നാച്ചുറലി ഗ്ലോ ആവാനും അതുപോലെ നല്ല ഈവൻ ടോൺ ആവാനും നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അതാണ് ഈ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം. ഈ ഒരു സിറം നമ്മുടെ സയൻസിൻ്റെയും നേച്ചറിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് സൊരസ ടർമറിക് എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനാമിഡും ആണ്. ഈ ഒരു സിറത്തിന്റെ ലൈറ്റ് വെയിറ്റ് ഫോർമുല കൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്താൽ ഉടനെ നമ്മുടെ സ്കിന്നിൽ വേഗം അബ്സോർബ് ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വിസിബിളി ക്ലിയർ ആൻഡ് റേഡിയൻ സ്കിൻ നമുക്ക് തരും. ഇത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡൾനെസ് റെഡ്യൂസ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ റേഡിയൻ കുറച്ചുകൂടി ഇത് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു സെറം സൊരസ ടർമറിക് കോൾഡ് പ്രസ്ഡ് മെത്തേഡിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ടർമറിക്കിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു സെറം എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിനൊരു 2-3 ഡ്രോപ്സ് എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് അബ്സോർബ് ആകുന്നവരെ അപ്വേർഡ് സർക്കുലർ മോഷനിൽ നല്ലോണം ഒന്ന് മസാജ് ചെയ്യാം. ഇത് ഡെയിലി ടോയ്സ് ആട്ടോ യൂസ് ചെയ്യേണ്ടത്. അതും ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം ഉപയോഗിച്ചിട്ട് എൻ്റെ സ്കിന്നിൽ നല്ലൊരു വിസിബിൾ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ട് ഒക്കെ മാറി നല്ലൊരു ഈവൻ ടോൺ ആയി. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ എൻ്റെ സ്കിന്നിന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്.
അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഇന്നാണ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 30% ഓഫ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും പരാതി ഞാൻ ടീഷർട്ട് ഇട്ട് ഇറുകുന്നു, പക്ഷെ അത് ഇറുക്കില്ല. എനിക്ക് ടീഷർട്ട് എത്രയായാലും നമ്മുടെ ബോഡിയോട് ഒട്ടിയില്ലേ, പക്ഷെ കാണുമ്പോ ഭയങ്കര ശ്വാസം മുട്ടി കിടക്കുക, പക്ഷെ നല്ല ലൂസ് ഉണ്ട് അത്. പക്ഷെ എന്നാലും എനിക്കും കംഫർട്ട് കാണാനും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന കേട്ടോ. ഇപ്പൊ നല്ല വയർ അത്യാവശ്യം ഞാനങ്ങനെ നൈറ്റ് ഇട്ട് ശീലമില്ലല്ലോ, ഇനി ഇടണം. അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട്. ഇതാണ് എന്റെ ഡ്രസ്സ്. അമൃതയിൽ ഒരുങ്ങി നമ്മൾ ഒരു ഡ്രസ്സ് ആടി, അല്ല കളർ വ്യത്യാസം അപ്പം ലക്ഷ്മിക്ക് താഴെ അമ്മയും കൊച്ചു ഒരുങ്ങി കാണണം. അപ്പൊ നമുക്ക് നേരെ ലാബിലോട്ട് പോവാം. ലാബിലല്ല, ആശുപത്രി ഹോസ്പിറ്റൽ. സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിനെ കാണിക്കണം. റെഡി വെള്ളം കുടിക്കണം. റെഡി വെള്ളം എന്തിനാ കുടിക്കുന്നത്? ഓ സ്കാൻ ചെയ്യാം. ഇതൊരു മുഖത്തൊരു ടെൻഷൻ എന്തോ. ചില ദിവസം മൃദുല ഭയങ്കര സൈലന്റാ. ചില ദിവസം ഇത് ഇങ്ങനെ ഇതൊക്കെ പ്രഗ്നന്റ് മൂഡ് സിങ്സും വരുവോടെ. മൂഡ് സിങ്സ് അല്ല, ഇന്ന് അനോമലി കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. അനോമലി അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയുന്നേ. എന്നുവെച്ചാ കുഞ്ഞിന്റെ വളർച്ചയില് ഫിസിക്കലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയുന്ന ഈ സ്കാനില്ല. ടെൻഷൻ ഉണ്ടാവും. ചേച്ചി വിളിച്ചു പറഞ്ഞു നല്ലോണം പ്രാർത്ഥിച്ചോ. ഈ സ്കാന് മൂന്നാമത്തെ സ്കാനാണല്ലോ ഭയങ്കര ഇത്. മറ്റേതൊക്കെ കുഞ്ഞിന്റെ പൊസിഷൻ നോക്കുന്ന സ്കാനിങ്ങാ. ഇത് രണ്ടോ കുഞ്ഞിന്റെ വളർച്ചയെ സംബന്ധപ്പെട്ടത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായി. അതിന്റെ ടെൻഷൻ അല്ല, ആള് കൂളാ. അപ്പം എന്തായാലും ഇറങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡേയ് പോവാം. അഞ്ചാം മാസത്തെ സ്കാനിങ്. അയ്യോ എന്തരാ ഇട്ടേക്കുന്ന. എടാ നീ എന്നെ സ്കിൻ ഫിറ്റ് പാന്റ് എന്ന് പറഞ്ഞ് കളിയാക്കിയില്ല. ഇത് എന്തരാ? അല്ല ഇതെന്തരാ? ഇത് ലെഗിൻസാ? എടാ അല്ല ഇവ എന്നെ കളിയാക്കിയതാ. നീ സ്കിൻ ഫിറ്റ് ഇട്ടോണ്ടാണ് നടക്കുന്നത്. ഇതെന്തരാ? എന്തൊരു ലൂസ്. പോടാ ഊളെ. എന്നാ പിടി. ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്. നോക്ക്, മഴ പെയ്തിട്ട് കുറെ ദിവസമായില്ലേ. ഇപ്പം മഴയില്ല. കളിക്കുന്ന തന്നെ നമ്മളിപ്പം ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന 6 മണിയൊക്കെ ആയിട്ടും വെയിൽ താഴത്തില്ല ഗൈസ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് അവിടെ ഏണി വെച്ചിരിക്കുന്നുണ്ടാ, അത് വേറൊന്നും അല്ല കേട്ടാ. ഷട്ടിൽ ബാറ്റ് കളിക്കുമ്പോൾ അടിച്ച് കോർക്ക് ഈ ഷെയ്ഡിനുണ്ടായിടും. അപ്പം ഇതുവഴി കയറി എടുക്കണം. അതിന് വേണ്ടി ഇട്ടിരിക്കുന്നത്. ഇവിടെ വൈകിട്ട് ഇവിടെ മാരക ടൂർണമെന്റ് ആണ്. ഇവിടെ അച്ഛനും ഞാനും കൊച്ചു മുട്ട മത്സരമുണ്ട് ഗൈസ്. ഇപ്പൊ റെഗുലറായിട്ട് ഞാൻ 2 ആഴ്ചയായി നമ്മൾ കളി തുടങ്ങിയിട്ട്. ഇതിട്ട് ഒരു ദിവസം പോലും നിർത്തിയിട്ടില്ല. ഇന്ന് ഇപ്പം വൈകുന്നേരം കളിയുണ്ട് കേട്ടോ. നമ്മളെ കളിയെ പോയിട്ട് എന്താ പറയാ, അമ്മയെ കളിക്കും ഇല്ലേ? നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. മൃദുല അമ്മ അകത്തോട്ട് കയറിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിച്ചിരി, ജില്ലെന്നായിട്ടിരി. അപ്പം നമുക്ക് 1 മണിക്കായിരുന്നു നമ്മൾ അപ്പോയിൻമെൻറ്റ്. പക്ഷെ 1:30 ആയി കേട്ടോ. അത്യാവശ്യം ആളുള്ളതുകൊണ്ട് ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. വിശക്കുന്നില്ലടോ വെച്ചു കഴിയോടാ പോവാം. എൻ്റെ വയറ് സ്കാൻ ചെയ്ത് ഇന്നലെ നിന്ന പോത്ത് കാണാം. പോയി സുഹൃത്തുക്കളെ, ബൈ. കുഞ്ഞാവൻ കണ്ടിട്ട് വരട്ടെ. നമുക്ക് കാണാൻ പറ്റത്തില്ല. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് കാണണ്ട, നീ വീഡിയോ എടുത്താൽ മതി. അപ്പൊ എല്ലാരും കാണാലോ. അയ്യോ ഞാൻ വെച്ച് എന്നെ വിളിക്കാലോ. ചെയ്തില്ലേ, പെട്ടെന്ന് കഴിഞ്ഞല്ലേ. കണ്ടില്ലേ പറഞ്ഞാ കുഞ്ഞു മൂവിയാണോ അല്ലേ ഗായ്സ്? അപ്പം എന്താണ്ട് സ്കാനിങ്ങിന് ഡോക്ടർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞ കേട്ടോ. അങ്ങനത്തെ തേരാപ്പാര നടക്കുകയാണ് ഗൈസ് പുറത്തില്. കാര്യം കൊച്ചൊരു പാട്ട് കൊടുത്തിരും. കൊച്ചാ അയ്യോ പ്രവീൺ ഇപ്പോഴേ ടെൻഷൻ. അയ്യോ എന്നെ ടെൻഷൻ ആവുന്ന. നീ എന്തെല്ലാം നിക്കുന്ന? ഇതിനെയും കൂടെ സ്കാൻ ചെയ്യണം.
പ്രസവിച്ച് കഴിയുമ്പോൾ കിടന്ന കരച്ചിലാണെങ്കിലാണ് അയ്യോ കരയും, ഉറങ്ങാനൊന്നും പറ്റത്തില്ല. രാത്രിയിലൊക്കെ കരയും. ആ ഭയങ്കര മഴ. പ്രവീണ അകത്ത് കയറി കേട്ടോ. ഇപ്പൊ വന്ന് വിളിച്ച് കാണാൻ പറ്റിയിരിക്കും. കണ്ടോ? എന്തിനാ പെട്ടെന്ന് ഇറങ്ങിയത്? അന്ന് ഇത് 4D സ്കാനർ പേരുള്ളതാ, ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഇല്ലേ? അന്ന് ഇതിലും നല്ല ക്ലാരിറ്റി ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റാ. ഇതൊക്കെ ഇന്ന പാർട്ടാണ്. കുഞ്ഞിന് അനക്കൊരു കമന്ന് കിടന്നു. ഇങ്ങനെ തിരിഞ്ഞ് കിടക്കും. പിന്നെ വാരിയല്ല അങ്ങനത്തെ ഓരോ അതെ. ഈ കളർ ആയിരിക്കൂലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കുമല്ലോ എപ്പോഴും സ്കാനിങ്. കളറൊന്നും ആയിരിക്കത്തില്ലല്ലോ. കളർ ആയിരിക്കും, പക്ഷെ നമ്മൾ കാണിക്കാത്ത. ഞാൻ കാര്യമുണ്ട്, നമ്മൾ അന്ന് സ്കാൻ ചെയ്യുന്ന എത്ര ഒരു ക്ലാരിറ്റി എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്തില്ല. കുഞ്ഞിനെ അന്നത്തെ കാലത്ത് കുഞ്ഞ് കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കിടക്കുന്നത് കാണാൻ പറ്റും. കുഞ്ഞിനെ കറക്റ്റ് ഇത് കുഞ്ഞിന്റെ ഓർഗൻസ് ആണ് കാണിച്ചത്. അതാണ് അതിന്റെ ഫങ്ഷൻസും അതൊക്കെ എനിക്ക് ഓരോന്ന് പറഞ്ഞു തന്നു. ഇത് കണ്ണ്, ഇത് വാരിയല്ലാണ്, ഇത് കുഞ്ഞിന്റെ ഹേർട്ട് കുടിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ കണ്ണ്, അങ്ങനെ ഓർഗൻസ്. ഗൈസ്, അപ്പം സ്കാനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെയായിരുന്നു ആക്ച്വലി. ഇതേ കണക്കാണ് കാണേണ്ടത്, പക്ഷെ നമ്മൾ കണ്ടില്ല. അല്ലേ വണ്ടി നമ്മൾ കണ്ടില്ല. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കണ്ടത്. എനിക്ക് ഇങ്ങനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളാല്ലേ? കറക്റ്റ് മുഖം വരെ കാണാം അല്ലേ 4D സ്കാനിൽ. പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇങ്ങനെ അല്ല കേട്ടോ കണ്ടത്. അപ്പൊ മൃദുലയും കണ്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട് ഗൈസ്. നമ്മൾ വന്ന മീൽസിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നല്ല വെജ് ബിരിയാണി പറഞ്ഞു, അത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ മസാല ദോശയും പറഞ്ഞു ഗൈസ്. പിന്നെ അത് കടലയും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടോ. കൊച്ചുവിൻ്റെയും മൃദുലയുടെയും മസാല ദോശ വന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതാണ്ട് ഡോക്ടർ ഇരിക്കുന്നിടത്ത് വന്നിരിക്കട്ടോ. റിസൾട്ടും കൊണ്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നേ. അതെ, ഇന്ന് തിരക്ക് കുറവുണ്ടല്ലേ? അന്ന് വന്നപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വെളിയിലിട്ടത്. ഗൈസ്, നമ്മുടെ ഒരു സിസ്റ്റർ ഉണ്ട് കേട്ടോ. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സിസ്റ്റർ. ആ സിസ്റ്റർ ഇപ്പോൾ സ്ഥലം മാറിയില്ലേ? അവിടുന്ന് ട്രാൻസ്ഫർ മാറി. വലിയ ഹെൽപ്പായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ മാറിയെങ്കിലും എന്താവശ്യത്തിലും വിളിച്ചാൽ എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കാര്യം നമുക്ക് ചെയ്തൊക്കെ തരും. ഹോസ്പിറ്റലിൽ നിന്ന് മാറി. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണിച്ച് ഇറങ്ങി കേട്ടോ. ഫ്രൂട്ട്സും വാങ്ങി. അതെ, അവരെല്ലാവരും കൂടി കാരണാതിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് ഗായ്സ് നമ്മൾ ഡോക്ടറിനെ കാണിച്ച് ഇറങ്ങി കേട്ടോ. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞ് ഹെൽത്തിയാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതിലേമാ ഡോക്ടറെ കാണാൻ ഞാനും അമ്മയും കൂടെ കയറിയത്. ഇനിയിപ്പോൾ അടുത്തത് ഇനി എന്നാ വരേണ്ടത്? അടുത്ത മാസം. ഇനി ഓരോ മാസം ഇങ്ങനെ പറഞ്ഞു. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി. അപ്പോൾ നമ്മൾ വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അന്ന് പക്ഷേ സൈസ് ബെഡാ സൈസാ. ഗൈസ് നോക്ക് ഗൈസ്, എനിക്ക് കിട്ടിയ ചുളുക്കുണ്ട് കേട്ടോ. ഫ്രഷ് അല്ല, കുഴപ്പമില്ല. ഇല്ല എനിക്കത് മതി. അതെ, പുളിയുണ്ട്, മധുരക്കുറവുണ്ട് ഗൈസ്. അങ്ങനെ മഴയത്ത് അതിസാഹസികമായിട്ടുള്ള ഷട്ടിൽ ബാറ്റ് കളിയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ 1. അപ്പോൾ ഇതിലാരാണ് വിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ കളിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മളെ കളി പോകുന്നത്. കൊച്ചു ദേ വീണ്ടും ലീഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. 11-8. അവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കുമ്പോൾ അമ്മതേ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ബജ്ജി അത് കീറിയിട്ടാലോ? ഒന്നായിട്ട് ഇടാതാ? അല്ല, ഒന്നായിട്ട് ഇടണ്ട. ഭയങ്കര മുതുക്ക്. മൃദുല മേലെ കുളിക്കാനൊക്കെ പോയി. ഞാൻ കുളിച്ചില്ല, ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നില്ല. അവള് ഫ്രഷ് ആവാൻ വേണ്ടി പോയി. കട്ട കളി കേട്ടാ. അച്ഛന് 18, കൊച്ചിന് 16. കട്ടക്കളി. 18 കൊച്ചു ആദ്യമൊക്കെ ഒന്ന് മുന്നേറി നിന്നെങ്കിലും 19. ആദ്യം അവസാനത്തെ പോയിട്ട് അച്ഛൻ ജയിച്ചു. അച്ഛൻ വിൻ ചെയ്തിരിക്കുന്നു. അച്ഛന്റെ വയറൊക്കെ കുറഞ്ഞ്. വയറ് കുറഞ്ഞു കേട്ടോ അച്ഛൻ. നല്ല ഞാൻ നനഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അച്ഛന്റെ
അച്ഛന്റെ നമ്മുടെ ഡയറ്റ് ഒക്കെ എഫക്റ്റ് ആയി തുടങ്ങി. നമ്മുടെ ഡയറ്റ് 92-3 അതെ ഇപ്പൊ 88 ഉള്ളു. കൊച്ചാർക്കണക്കായില്ലേ എന്തുവാടേ ഇപ്പൊ ഏറ്റവും വേറെ മൃദുലൊക്കെയാ അല്ല ഇപ്പൊ ഞങ്ങൾ സെയിമാണാ? അതെന്തൊരു വർത്താനോന്നൊക്കെ. എനിക്ക് 6 മാസം. ഞാൻ അതിന്റെ തൊട്ട് ബാക്കിലുണ്ട്. ഇന്ന് സ്കാനിങ് ആയിരുന്നു. കമന്ന് കിടക്കുക, നേരെ കിടക്കുന്നേ ഇല്ല. അങ്ങനെ ഇപ്പൊ നീ എന്റെ മോൻ കാണുന്നു. വികൃതി തന്നെ. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇതെന്തുവാ? വാൾനട്ട് എണ്ണയിട്ട് ഞാൻ ഒരെണ്ണം പൊരിച്ചു നോക്കിയതാ. നമ്മള് ബജ്ജി ഉണ്ടാക്കി അത് പിടിക്കുന്നില്ല. ഇത് ഫ്ലോപ്പായ ബജ്ജിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടാ. ഇതിനകത്ത് അമ്മ വെച്ചിട്ടുണ്ട്, എന്തുവാ നോക്കാം. എയർ ഫ്രയറില് പക്ഷെ മാവ് ഇത് മതിയെന്ന് തോന്നുന്നു, ആയെന്ന് തോന്നുന്നു. ഇത് ഒരുമാതിരി ഉണക്ക ഇതില് ബജ്ജി പൊള്ളിക്കുന്ന ഞാനും കണ്ടിട്ടുണ്ട് വീഡിയോ. ഇങ്ങനൊക്കെ തന്നെ ഇരിക്കുന്നത് ആണല്ലേ? എല്ലാവരും എന്തിനാണ്ട് ഒന്നുകൂടെ ഇത് ബജ്ജിയത് ഇത് ബജ്ജിയത്. കുടിച്ചോ കൂട്ടുകാരി? കുടിച്ച് എന്നാ ഹാപ്പിയാണേ? ടെൻഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു, ഓരോ കുഴപ്പമില്ലാതെ സമാധാനമായി. ബജ്ജി ഉണ്ടാക്കി കഴിച്ചു, പക്ഷേ സാധനം അത്ര പോരാ കഴിച്ചു. ഇതിനകത്ത് ബജ്ജി ഒന്നും ഉണ്ടാക്കാൻ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടാ. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കരുത് ഇല്ലടാ. അതില് ബജ്ജിയൊക്കെ എണ്ണയും മുക്കി പൊരിച്ചാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ, ഈ പൊരിപ്പൊക്കെ. ഇതത്ര പോരാട്ടാ സാധനം. ഓഹോ, ഇവിടെ എന്തോ പരിപാടി? ഇവിടെ ബീഫ് സാലഡ്. ബീഫ് സലാഡോ? ബീഫ് ഇത് ബീഫില്ല, ഇത് സവാള. ഞാൻ കാണിച്ചതാ എന്തോ ചെയ്തേന്ന്. ബീഫ് പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എയർ ഫ്രയർ വെച്ചിട്ട് അതൊന്ന് വേവിച്ചിട്ട് പിന്നെ നമുക്കൊരു സാലഡ് അടിക്കാം. ഏട്ടൻ എന്തോ ഇപ്പൊ കുക്ക് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാണ്ടോ? ഒന്നുമില്ല, പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളെ വെക്കത്തോളൂ ഞങ്ങൾ ഒന്നീ ചിക്കൻ ഐറ്റം അല്ലെങ്കിൽ ബീഫ് ഐറ്റം, വേണം. സലാഡ്, സ്പെഷ്യൽ സാധനം വേണം കൈസ് എന്തെങ്കിലും. അല്ലാതെ ചോറും കറിയൊന്നും വെക്കാൻ നമുക്കറിയില്ല. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സാലഡ് ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലും. നമുക്ക് മീൻ്റെതൊന്നും ശരിയാവത്തില്ല. ചിക്കൻ വേണം. ചിക്കൻ എന്തെങ്കിലും. ചിക്കനാണ് മെയിൻ സാധനം. ഇവിടെ അമ്മയുടെ മീൻകറി, പയറുതോരൻ. എന്റെ സാലഡാണ്, അമ്മയുടെ മീൻകറിയാണ് സൂപ്പർ എന്ന് പറയണം. അതാ ഇത് പറഞ്ഞില്ലേ ഇതേ എന്നും കിട്ടും. ഓ, ഇത് വല്ലപ്പോഴും ഉള്ളു, മൂടുള്ളെങ്കിലും. എനിക്കിത് രണ്ടും വേണ്ട, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തിന്നോളാം. പിന്നെ ഞാൻ എടുക്കും. ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആക്ഷേപിക്കുന്നു. എന്നോട് ഇങ്ങോട്ട് ചോദിക്കും നിനക്ക് അത് വെക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കറി എന്ന് പറഞ്ഞാൽ വഴുതനക്കറി, രസം വഴുതനക്കറി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ബീഫ് സാലഡ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. മൃദുലയുടെ ചപ്പാത്തിക്കുള്ള പ്രിപ്പറേഷൻ. ഞാൻ എൻ്റെ ബീഫൊക്കെ മസാല പുരട്ടിയിട്ട് നമ്മൾ എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്. അച്ഛൻ ദേ ഇവിടെ മുട്ടൻ പാട്ട്, അമ്മ കുളിക്കാൻ പോയി, കൊച്ചു ദേ കുളിക്കുന്നു. എല്ലാവരും ഓരോരുടെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് മൃദുല ചപ്പാത്തി വരത്താനുള്ള മാവൊക്കെ എടുത്തിട്ട്, മാവ് ഇങ്ങനെ തറയിടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാം വൃത്തി ക്ലീൻ, എപ്പോഴും ക്ലീൻ ചെയ്യുക കേട്ടോ നമ്മൾ. അതേ നമ്മുടെ ബീഫ് സാലഡ് റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ ബീഫ് നമ്മളെ കുഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഉള്ളിയും തക്കാളിയും ക്യാരറ്റ് ഇല്ലായിരുന്നു, ക്യാരറ്റ് വീട്ടിൽ കുറച്ചുകൂടി ഹെൽത്തി ആയത്, പിന്നെ ക്യാപ്സിക്കവും എല്ലാം കൂടി ഇട്ടതാണ്ട് ഓയിലൊന്നും ഇല്ലാതെ നമ്മൾ അടിപൊളി ഒരു സാലഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാലഡും ചപ്പാത്തിയും മൃദുല നമുക്ക് എല്ലാവർക്കും സാലഡ് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഉള്ള സാധനമുള്ള ഗൈസ്. അപ്പം സാലഡ് എങ്ങനെ നോക്കടാ സാധനം. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ടോപ്പപ്പ് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചാട്ടാ. അതിനുണ്ട് കൊള്ളാല്ലേ? ഇവിടെ ടേസ്റ്റ് നോക്കി. ഇത് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ? അതെ നമ്മൾ ആൾറെഡി നോക്കിയായിരുന്നു. സാധനം സൂപ്പർ കേട്ടോ. കഴിക്കാം. 2 ചപ്പാത്തി, പയർ തോരൻ, ബീഫ് സാലഡ്, തൈര്, മീൻകറി കഴിച്ചു തരാം കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ അടുത്ത സ്കാനിങ് വന്നിട്ട് 6-ാം തീയതി അല്ല 6-ാം മാസം 5-ാം മാസത്തിലേക്ക് ഇപ്പൊ കഴിഞ്ഞ 5-ാം മാസത്തെ ഇപ്പം കഴിഞ്ഞത്. എല്ലാ മാസവും ഇല്ല, എല്ലാ മാസം 7 അടുത്ത മാസം ചെക്കപ്പിന് എന്നാ സ്കാനിങ് ഇല്ല. ഇനി അടുത്ത മാസം ഒന്നും ചെയ്യണ്ട. ഇനി ചെക്കപ്പ് പോകണം. ഷുഗർ ഒക്കെ നോക്കിയിട്ട് ഡോക്ടറെ കാണാൻ പോയാൽ മതി. ഈ അനക്കമൊക്കെ ഉണ്ടെങ്കിൽ പോയി അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? നമ്മള് ശ്രദ്ധിക്കണം അനക്കം ഉണ്ടാവും.
അപ്പോൾ എന്തായാലും ഒരു ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അതിൽ ഭയങ്കര സന്തോഷം. കുഞ്ഞു എല്ലാം ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ വേണം കേട്ടോ. അപ്പം ഗൈസ് ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഹോപ്പ് ഗൈസ് നിങ്ങളാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള ബൈ.